അങ്ങനെ നമ്മുടെ അനുമോൾ അനുക്കുട്ടി വിവാഹിതയായിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതിനിപ്പോ അറിയാൻ ആരാണ് ബാക്കിയില്ലേ? നീ ഇപ്പോഴാണ് അറിയുന്നതെന്നായിരിക്കും ഇനിയിപ്പോ പലരും ചോദിക്കാൻ പോകുന്നത്. അല്ലെ, ഞാൻ ഇന്നലെ ഇത് സംഭവം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് മാത്രം. ഇനി ഇത് ഞാൻ സംസാരിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാക്കും, ഇതൊക്കെ കണ്ടന്റ് ആക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളത്. ശരിയാണ്, കണ്ടന്റ് ആക്കാൻ മാത്രം ഒന്നുമില്ല എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ നിങ്ങളോട് പറയാനാണെങ്കിൽ ഇന്നലെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയ സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അനുമോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. എവിടെയും എപ്പോഴും അനുമോൾ തന്നെ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒബ്വിയസ്ലി കുറെ ഓൺലൈൻ മീഡിയക്കാർ റീൽസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കിട്ടുന്നത് മില്യൺ കണക്കിന് വ്യൂസ് ആണ്. അത് പിന്നെ സ്വാഭാവികം. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും വീഡിയോസ് ആണ് അനുമോളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ യൂട്യൂബിന്റെ കഥ പറയാനാണെങ്കിൽ അതിനേക്കാളും വലിയ അവസ്ഥയാണ്. കാരണം ഓരോ തവണ യൂട്യൂബ് തുറക്കുമ്പോഴും ആദ്യം തന്നെ ഫീഡിൽ മുന്നിൽ വരുന്നത് അനുമോളുടെ വീഡിയോസ് ആണ്. കാരണം ഓരോ മണിക്കൂർ കൂടുന്തോറും അനുമോൾ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ നിങ്ങളോട് പറയാനാണെങ്കിൽ അനുമോളുടെ ചാനലിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് 7ഓളം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഓരോന്നിന്റെയും തമ്മിലും അയച്ചുതരാം. ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ വിവാഹിതരായി, വിവാഹശേഷം ഞങ്ങളുടെ ആദ്യ പ്രതികരണം, വിവാഹത്തിന് ആശംസകളുമായി സ്റ്റാർ മാജിക് ബിഗ് ബോസ് താരങ്ങൾ, ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാനും ഭുവനേഷും, ഡെസ്റ്റിനേഷൻ വെഡിങ് പാർട്ട് 1 എല്ലാം കൂടെ ആയിട്ട് ഒരു 7ഓളം വീഡിയോസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ലക്ഷക്കണക്കിന്, ചിലതിനും മില്യൺ കണക്കിന് വ്യൂസ് പോയിട്ടുണ്ട്. ആക്ച്വലി ഇന്നലെ രാവിലെ ഒരു 7 മണിക്കായ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബ് തുറന്നു നോക്കിയ സമയത്ത് ആദ്യമായി കാണുന്നത് എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനുമോളുടെ വീഡിയോ ആണ്. ഞാൻ തന്നെ അത് കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇതൊക്കെ എപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുക. കാരണം ഇതിനു മുമ്പ് എവിടെയും താൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നുള്ള ഒരു സൂചന അനുമോൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആ സൂചന ഒന്നും നൽകാതെ പെട്ടെന്നൊരു ദിവസമാണ് എന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോ അനുമോളുടെ ചാനൽ പ്രത്യക്ഷപ്പെടുന്നത്. ആരാലും ഞെട്ടിപ്പോവല്ലോ. ആ ഒരു ഞെട്ടലും എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു 7 മണിക്കായ സമയത്ത് അനുമോൾ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങളോട് പറയാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തുറന്നു നോക്കുന്ന സമയത്ത് ഓൺലൈൻ മീഡിയാസിൽ അനുമോളുടെ വീഡിയോസിന്റെ ചാകരയായിരുന്നു. ചില വീഡിയോസിനൊക്കെ താഴെ ഒരുപാട് ആളുകൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില വീഡിയോസിന് താഴെ ഞങ്ങളോട് പറയാനാണെങ്കിൽ അസഹനീയമാണ് കമന്റുകൾ. പച്ചക്ക് സൈബർ അറ്റാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ആ ചെക്കനെയും പെണ്ണിനെയും വെച്ച് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത്? നമുക്ക് അതിലേക്കൊക്കെ വരാം. ഞാൻ ഈ കണ്ടന്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം അതൊക്കെ തന്നെയാണ്. അതിനു മുമ്പ് ഹാപ്പിയും ഫണ്ടിയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അല്ല, പൊതുവേ നമ്മളെ കുറിച്ച് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടല്ലോ, എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത്. ഇത്തവണ നമുക്ക് അതൊന്ന് മാറ്റിയേക്കാം. ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, എന്നിട്ട് നമുക്ക് അവസാനം നെഗറ്റീവിലേക്ക് വരാം. അപ്പൊ ആദ്യമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം അനുമോൾ ഒരു ആദ്യ പ്രതികരണം എന്നാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാ തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ? ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ്. ഓക്കെ, അപ്പൊ മതിയടീന്ന്. ചെക്കൻ ഭയങ്കര ശൈയാണെന്ന് തോന്നുന്നു. ബാക്കി ഉണ്ടോക്കെ എന്തായാലും പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പൊ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഞങ്ങൾ ഇന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഇതേ ഡെസ്റ്റിനേഷൻ വെഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ ഇനി മേക്കപ്പ് ഒക്കെ ചെയ്തൊരു കേരള വെഡ്ഡിങ് റെഡ് സാരിയൊക്കെ കൊടുത്ത്, അയ്യോ പറയണ്ടായിരുന്നു, റെഡ് സാരിയൊക്കെ കുഴപ്പമില്ല, സാരിയൊക്കെ കൊടുത്ത് വേറൊരു മേക്ക് ഓവറിൽ വരാൻ പോവാണ്. ഒപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എന്താ ഫിറ്റായിട്ട് നേരത്തെ ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും മുണ്ടൊക്കെ, അതും വെറൈറ്റി ആയിട്ടും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കൊഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല. എന്തായാലും നന്നായി. ആദ്യം അറിയിച്ചിരുന്നെങ്കിലേ നീലക്കൂലും പച്ചക്കൂലും ഒക്കെ ഒരാഴ്ച മുന്നേ വീട്ടിലേക്ക് വന്നേനെ. അവര് വീട്ടിന് മുന്നിൽ ഒരു പായം വിരിച്ച് ക്യാമറ തൂക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാക്കും. നിങ്ങൾ അങ്ങോട്ട് പോവാനും വിടില്ല, വരാനും വിടില്ല. അതൊക്കെ അനുഭവിക്കുന്നതിലും ഭേദം ഇങ്ങനെ സർപ്രൈസ് ആക്കി വെക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. എന്തായാലും അനുമോള് ബാക്കി പറഞ്ഞാട്ടെ. നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അതൊക്കെ ഇപ്പൊ തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പൊ അതിപ്പോ എങ്ങനെയാണെങ്കിലും എഴുതി ഉണ്ടാക്കിയിടുന്നവർ എഴുതി ഉണ്ടാക്കി ഇടുക തന്നെ ചെയ്യും. അതിപ്പോ കല്യാണക്കാരെ നേരത്തെ അറിയിച്ചാലും ശരി, വൈകി അറിയിച്ചാലും ശരി, എഴുതി ഇടുന്നവന് എഴുതി ഇട്ട്
ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൊന്നും യാതൊരു പഞ്ഞവും പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പലജാതി നെഗറ്റീവ് കമന്റ്സ് ആണ് പലരും എഴുതിയിടുന്നത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. എനിവേ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അനുമോളുടെ കല്യാണത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണം എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ഒക്കെ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. പലരും ആ വീഡിയോസ് ഒക്കെ കണ്ടു കാണും. പക്ഷേ ഈ അനുമോളുടെ തുറന്നു പറച്ചിലും സംസാരവും ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് 4 ദിവസം മുമ്പേ അനുമോള് ലക്ഷ്മി നക്ഷത്രക്ക് കൊടുത്ത ഇന്റർവ്യൂ ആണ്. അതിൽ എന്തൊക്കെ തള്ളായിരുന്നു അറിയാം തള്ളിയത്. നമ്മൾ എന്തായാലും അതിൽ അനുമോള് സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് വേണം. ബോണ്ട് കണ്ടിട്ട്, പിന്നെ അവിടെ ഒരു കെമിസ്ട്രി അതൊക്കെ കണ്ടിട്ട്, പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെയും കണ്ടിട്ട്, അപ്പോൾ ഇവർ രണ്ടരെയും കണ്ടാണല്ലോ ഞാൻ വളരുന്നത്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്കും തോന്നും എനിക്കൊരു ലൈഫ്, അതായത് എനിക്കൊരു ഇനി അടുത്തൊരു ഒരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാന്നൊക്കെ ഒക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ലക്ഷ്മി നക്ഷത്ര ഇന്റർവ്യൂ എടുക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആശയത്തിൽ ഡയലോഗ് അടിക്കാണ്, ഗുഡ് ന്യൂസ് അധികം വൈകാതെ കേൾക്കാന്നൊക്കെ. എന്തായാലും അനുമോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിരിയാണ് വരുന്നത്. സംഭവം കല്യാണത്തിലുള്ള ചെക്കനും സെറ്റാക്കി വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. പക്ഷെ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ്, കല്യാണം നോക്കുന്നുണ്ട്, ശരിയാകും, എനിക്ക് കല്യാണം കഴിക്കാൻ നല്ല പൂജയാണെന്നൊക്കെയാണ് സംസാരിച്ച് വെക്കുന്നത്. എന്താ അതിനൊക്കെ പറയാം. എന്തായാലും ബാക്കി കേൾക്കാം. അല്ല, കല്യാണം നോക്കുന്നുണ്ട്, അപ്പം അത് വേണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമുക്കിപ്പോ ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരു ഫാമിലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്രയും കുറച്ചുകൂടെ നല്ലതാവേ. ഒരു കുടുംബം കുട്ടികളൊക്കെ ഉണ്ടാവണമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വളരെ മികച്ചൊരു തീരുമാനമാണത്. ബാക്കി പറഞ്ഞാലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാളുണ്ടാവും. കാരണം മറ്റേതാണ് ഒരു വൺ മാൻ ഷോ, ഒറ്റയാൾപ്പെട്ട ആളായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഡിപ്പെൻഡ് ഓക്കെ, എനിക്ക് അത് ഇഷ്ടമാണ്. അങ്ങനെ ഡിപ്പെൻഡ് അല്ലടോ, ഇങ്ങനെ ഡിപ്പെൻഡ് അല്ല, ഇങ്ങനെ അതെന്ത് വർത്താനാണ് ലക്ഷ്മി ചേച്ചി? ഇങ്ങനെയും ഡിപ്പെൻഡബിൾ ആവണം, ഇങ്ങനെയും ഡിപ്പെൻഡബിൾ ആവണം. ഇങ്ങനെ മാത്രമായിട്ട് കാര്യമില്ലല്ലോ, എടുക്ക് ഇങ്ങനെയും വേണമല്ലോ. ഇങ്ങനെയും ഡിപ്പെൻഡബിൾ ആവുമ്പോഴാണ് ഒരു ദാമ്പത്യ ബന്ധം പൂർണ്ണമാവുന്നത്. അല്ലാണ്ട് ഇങ്ങനെ മാത്രം ഡിപ്പെൻഡബിൾ ആയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എന്തായാലും ബാക്കിയൂടെ ഉണ്ടോക്കാം. എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അയാളുടെയും കൂടെ ഓക്കെ അത് ഇഷ്ടം. പറയൂ, എന്താണ് സങ്കല്പം എന്ന് പറഞ്ഞേ? അതായത് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സങ്കല്പം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്റ്റാർ മാജിക് ഫെയിം, സ്റ്റേറ്റ് അവാർഡ് വിന്നർ, ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ, സീസൺ 7, ഇങ്ങനെ കോമ വരുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ക്രൈറ്റീരിയാസ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സങ്കല്പവും മാറിയിട്ടുണ്ടായിരിക്കും. സ്വാഭാവികം, മനുഷ്യന്മാരില്ല, അതൊക്കെ ഉണ്ടാകും. എന്തായാലും അനുചേച്ചിയുടെ പുതിയ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് പറ, കേക്കട്ടെ. പുതിയ സങ്കല്പം പറയൂ. സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യക്തിത്വമുള്ള ഒരാളായിരിക്കണം, പിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം, നല്ല സ്നേഹമുള്ള ഒരാളായിരിക്കണം. ഇപ്പോഴത്തെ കേരളത്തിൽ നിന്ന് തന്നെ വേണോ? കേരളത്തിൽ നിന്ന് കിട്ടിയാലും നല്ലത് മനുഷ്യനായിരിക്കണം. കേരളത്തിൽ നിന്ന് കിട്ടിയാൽ നല്ലതെന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തിന് സെറ്റാക്കി വെച്ചിട്ട് കാര്യമായിട്ട് ഇന്റർവ്യൂല് വന്നിരുന്ന് പറയാണ്, എനിക്ക് കേരളത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ കിട്ടിയാൽ നന്നായിട്ടെന്നൊക്കെ. എന്താ അവളെ അഭിനയം നോക്കികള്, വെറുതെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയത്. എന്തായാലും കൊള്ളാം. പിന്നെ അതിന്റെ അടുക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ, അനുമോളുടെ ചെക്കന് തമിഴ്നാട്ടിൽ നിന്നാണ്. അതിപ്പോ എല്ലാവരും അറിഞ്ഞു കാണും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കേട്ടോക്കെ എന്തായാലും അത്രേ ഉള്ളൂ. നല്ലൊരു മനുഷ്യനായിരിക്കണം, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, ലൈഫിലും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പൊ പറയുന്ന ഈ സൗന്ദര്യം അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ. അതെ, സൗന്ദര്യം എനിക്ക് വിഷയമല്ല, പക്ഷെ നല്ല സൗന്ദര്യമുള്ള ചെക്കനെ തന്നെ ഞാൻ കല്യാണം എനിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ല അനുമോളെ, അതങ്ങനെ വരൂ, അങ്ങനെ സംഭവിക്കൂ. ഈ പറയുമ്പോൾ എല്ലാരും പറയും എനിക്ക് സൗന്ദര്യം പ്രശ്നമല്ല, അപ്പിയറൻസ് പ്രശ്നമല്ല, ലുക്ക് പ്രശ്നമല്ല എന്നൊക്കെ. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ആളുകളും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സൗന്ദര്യത്തിലായിരിക്കും. അനുമോൾ അങ്ങനെയാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അതും പറഞ്ഞാലും പൊങ്കാലിടാൻ വരണ്ട. ചിലപ്പോൾ അനുമോൾ ഇന്റർവ്യൂ വന്നിരുന്ന് പറയുന്ന പോലെ തന്നെ ലുക്കിനേക്കാളും അനുമോൾ പ്രിഫറൻസ് വേറെ വല്ല കാര്യങ്ങൾക്കും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അതൊക്കെ നോക്കി വന്നപ്പോൾ നല്ലൊരു സൗന്ദര്യമുള്ള ചെക്കനെ കിട്ടിക്കാണും. എന്നാണ് ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അനുമോളെ പോലെ തന്നെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ പാർട്ണറുടെ സൗന്ദര്യം എനിക്ക് വിഷയമല്ല, സൗന്ദര്യം ഞാൻ നോക്കും കൂടി ചെയ്യില്ല, എനിക്ക് വേണ്ടത് നല്ല സ്വഭാവമുള്ള കുട്ടികളെയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ തന്നെ പെണ്ണും ചെക്കനും നോക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന പരാതി എന്തായിരിക്കും അറിയോ? പെണ്ണിന്റെ മൂക്ക് പോരാ, ചെക്കന്റെ കവിള് പോരാ, നിറം പോരാ എന്നൊക്കെ ആയിരിക്കും. ഇങ്ങനെ എത്രയോ ആൾക്കാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ മറ്റൊന്നും. പക്ഷെ എന്തൊക്കെയായാലും അനുമോൾക്ക് നല്ലൊരു സൗന്ദര്യമുള്ള ചെക്കനെ കിട്ടി. അനുമോൾ സൗന്ദര്യത്തിന് പ്രിഫറൻസ് നൽകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി നല്ലൊരു സൗന്ദര്യമുള്ള പാർട്ണർ തന്നെ കിട്ടി എന്നുള്ളതാണ്. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. മുന്നേ പറയും ഇങ്ങനെ കളർ വേണം, നല്ല ഹൈറ്റ് വേണം, നല്ല ബോഡി ആയിരിക്കണം. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കണ്ടോ അനുമോൾ ഇതൊക്കെ പറയുമ്പോ ലക്ഷ്മി നക്ഷത്രക്ക് ചിരി എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ക്യാമറ ഓഫ് ആക്കി പൊട്ടിച്ചിരിക്കണമെന്നുണ്ട് ലക്ഷ്മി നക്ഷത്രക്ക്, പക്ഷെ പറ്റുന്നില്ല പുള്ളിക്കാരിക്ക്. ചിരി അടുക്കി വെക്കാണ്. കാരണം അനുമോള് കല്യാണം കഴിക്കാൻ പോണ ചെക്കനെ കണ്ടതിന് ശേഷമാണ് ഈ ഇന്റർവ്യൂ ഇവർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ള ഒരു ചെക്കൻ തന്നെയാണത് അല്ലെ. സ്വാഭാവികമായിട്ടും അനുമോള് സൗന്ദര്യമുള്ള ഒരു ചെക്കനെ സെലക്ട് ചെയ്ത് വന്നിട്ട് ഇന്റർവ്യൂല് വന്നിരുന്ന് പറയാണ്, എനിക്ക് സൗന്ദര്യം ഒരു പ്രശ്നമില്ല, ലുക്കിലൊക്കെ എന്തിരിക്കുന്നു, ലുക്ക് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ചെക്കന്റെ സ്വഭാവമാണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ ലക്ഷ്മി നക്ഷത്രക്ക് അവിടെ ചിരി വന്നില്ലെങ്കിലല്ല അത്ഭുതമുള്ളൂ. നിങ്ങൾ തന്നെ പറ. എന്തായാലും സംഭവം മുട്ടൻ കോമഡി ആയിക്കട്. ബാക്കി പറഞ്ഞു
എന്തായാലും പിന്നെ അതൊക്കെ നമുക്കൊരു പ്രായമാകുമ്പോൾ പോകുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ വരൂ കേട്ടോ, പല സ്ഥലങ്ങളിലും കട്ട് ചെയ്ത് എന്താ സംശയം? ഇപ്പൊ വന്നല്ലോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ പിന്നെ വരാണ്ട് പിന്നെ അനുമോള് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ലക്ഷ്മി നക്ഷത്രക്ക് കാര്യം കത്തി, ഇത് ട്രോളിനുള്ള വകുപ്പുണ്ട് എന്നുള്ളത്. അത് പിന്നെ സ്വാഭാവികം, ബാക്കി ഉണ്ടോ എന്തായാലും. അല്ല ഞാൻ പറയട്ടെ, ഫ്യൂച്ചറില് അപ്പൊ സൗന്ദര്യം അധികം വേണ്ടെന്ന് കുട്ടി പറയണത്. അതെ നല്ല ഊക്കടയിൽ കൂടെ ലക്ഷ്മി കൊടുക്കുന്നുണ്ട്, സൗന്ദര്യം അധികം വേണ്ടെന്ന് കുട്ടി പറയണെന്നൊക്കെ. ഇത് പറയുമ്പോ ലക്ഷ്മി നക്ഷത്രം ഉള്ളിൽ പറയണത് എന്തായിരിക്കും അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ തന്നെ, നല്ല സൗന്ദര്യമുള്ള ചെക്കനെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇവളിരുന്ന് ഡയലോഗ് അടിക്കണ്ടില്ലേ. എന്താണ് ബാക്കി പറഞ്ഞാലും നോക്കുന്നില്ല. അതാ പറഞ്ഞ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പ്രായം കഴിയുമ്പോ പോവും. അപ്പൊ ഈ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് ലൈഫിലും കൂടെ ഉള്ളതാണ്. അപ്പൊ എനിക്ക് നല്ലൊരു സ്വഭാവമുള്ള ഒരാളെയാണ് വേണ്ടത്, എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. എന്റെ ജാതകത്തിൽ നിന്നുള്ളത് എനിക്ക് എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് ലക്ഷ്മി ആ മുകളിൽ ഒരു കളിയാക്കലിന്റെ ടോണ് ഇങ്ങനെ നോക്കാതെ ലക്ഷ്മി? എന്തായാലും അനുമോളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെട്ടാൻ പോണ ചെക്കിന് സൗന്ദര്യം എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നു. എന്നാലോ കാഴ്ചയിൽ എനിക്ക് തോന്നിയത് അനുമോളേക്കാണ് സൗന്ദര്യം അനുമോളെ കിട്ടുന്ന ചെക്കനുണ്ട് എന്നുള്ളതാണ്. ഞാൻ എന്റെ സൗന്ദര്യ സങ്കല്പമാണ് കേട്ടോ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഞാൻ കമന്റ് ബോക്സിൽ വിദഗ്ധരുടെ അഭിപ്രായം തേടിയ സമയത്ത് അവർക്കും അനുമോളെക്കാളും ഒരു പടി സൗന്ദര്യം ചെക്കന് കൂടുതലുള്ളതായിട്ടാണ് അവർക്കും അഭിപ്രായം പറയാനുള്ളത്. അതുപോലെ തന്നെ ചെക്കന് ഹൈറ്റ് എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നു. എന്നാലും നോക്കി വെക്കുമ്പോഴോ അനുമോളെക്കാളും ഹൈറ്റുള്ള ചെക്കനെയാണ് അനുമോള് സെലക്ട് ചെയ്തത്. പിന്നെ എനിക്കും ചെക്കന് മസിലും ഫിറ്റ്നസും ഒരു വിഷയമല്ല എന്ന് പറയുന്നു. പറഞ്ഞു വരുമ്പോൾ ചെക്കൻ ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഈ പറഞ്ഞതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിത് പറയുന്നൊന്നും നിങ്ങൾ സീരിയസ് ആക്കി എടുക്കേണ്ട കേട്ടോ. ഒരു ഫണ്ണും മുടിയിൽ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇത് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്നു പറഞ്ഞ് കമന്റ് ഇടാൻ വരണ്ട. ജസ്റ്റ് ഫണ്ണും മൂടിൽ നോക്കി വിടുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി കേട്ടൊക്കെ എന്തായാലും ജോൾസിന് ഇപ്പൊ സിഗ്നൽ വരും. ജോൾസിന് ഇപ്പൊ ഏകദേശം സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, അത്ര ഇപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. ആണല്ലേ? ജോൾസിന് സിഗ്നലും കിട്ടി, ചെക്കനും സെറ്റായി, കല്യാണത്തിന്റെ ഡേറ്റ് വരെ ഉറപ്പിച്ചിട്ടാണ് വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്. എന്നാലും നമ്മളോട് ഈ ചതി വേണ്ടില്ലായിരുന്നു ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ചേച്ചിക്കെങ്കിലും ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് പറയായിരുന്നു കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. സങ്കടം ഉണ്ട് കേട്ടോ. ബാക്കി പറയുന്നതായാലും അല്ല ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ തന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനത്തെ ഒരാളെയല്ലേ നമ്മൾ നോക്കുള്ളൂ. അങ്ങനെ പറയരുത്. നോക്കി വെച്ച ആൾ അങ്ങനത്തെ ആളാണോ എന്ന് ചോദിക്കണം, അല്ലാതെ അങ്ങനെ ഒരാളെ നോക്കുള്ളൂ എന്ന് പറയരുത്. ഓൾറെഡി ആളൊക്കെ സെറ്റ് ആയിട്ടല്ലേ ഇന്റർവ്യൂ ചെയ്യുന്നത്, അപ്പൊ അങ്ങനത്തെ ഒരാളെ നോക്കുള്ളൂ എന്ന് പറയരുത്. നോക്കി വെച്ച ആൾ അങ്ങനത്തെ ആളാണെന്ന് പറയണം കേട്ടോ. ബാക്കി പറഞ്ഞാലും ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്റെ അച്ഛനമ്മയും പറയുന്ന പോലെ അല്ലല്ലോ ഞാൻ കേട്ടത്. കേൾക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും, അല്ലാതെ നീ അഭിനയിക്കേണ്ട നിർത്തിക്കോ എന്ന് പറയാൻ അങ്ങനെ പറയില്ല. പറഞ്ഞാലേ നിർത്തത്തില്ല. കാരണം ഇത് ഈ ഒരു ഭാഗ്യമൊക്കെ കിട്ടുന്നത് അത് റെയർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആയർനാട് എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഈ ഒരു സ്ഥലത്ത് ഓടിച്ച് കളിച്ച് ചിരിച്ച് നടന്ന പെട്ടെന്ന് എനിക്ക് ദൈവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് തരുന്നു. കഴിവെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തു, അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അത് നല്ലൊരു സമയം ആയതുകൊണ്ട്, എൻ്റെ നല്ലൊരു സമയം, എൻ്റെ ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കഴിവ് മാത്രമല്ല ഭാഗ്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ആ ഒരു കഴിവും ഭാഗ്യമൊന്നും ഞാൻ കളയാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ എന്തായാലും അധികം വൈകാതെ ജോത്സ്യം പറഞ്ഞ പോലെ നമുക്ക് കല്യാണം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിൽ കല്യാണം പെട്ടെന്ന്. എന്നിട്ട് ഈ വർഷം അടുത്ത വർഷം ഒന്നല്ല, 4 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. എന്നിട്ടാണ് ആൾ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ കല്യാണം ഉണ്ടാവുന്നൊക്കെ. ഏതാണ് ടീംസ് ഇഷ്ടം? എന്തായാലും കല്യാണം കഴിഞ്ഞാലും അഭിനയം തുടരുമെന്നുള്ള അനുമോളുടെ തീരുമാനം വളരെ മികച്ചതാണെന്ന് പറയാതെ വയ്യ. അങ്ങനെ തന്നെ ആവട്ടെ കാര്യങ്ങൾ, അല്ലേ? ഇനി നമുക്ക് ടോപ്പിക്കിന്റെ മെയിൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരുപാട് ഓൺലൈൻ മീഡിയാസ് അനുമോളുടെ റീൽസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ പല ഓൺലൈൻ മീഡിയാസിനും കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ കുറേയൊക്കെ നല്ല കമന്റ്സ് ആണ് വരുന്നത്. പക്ഷേ ചില ഓൺലൈൻ മീഡിയാസിന്റെ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അത്ര നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില കമന്റ്സ് ഒന്ന് വായിച്ചുതരാം. ചേച്ചിയും അനിയനും പോലെയുണ്ട്, മുതുക്കി കുണുവിന്റെ അടുത്ത് തന്നെ വന്ന് പെട്ടല്ലോ ഈ ചെക്കൻ. എന്താ ഇതിനൊക്കെ പറയാ? ചേച്ചിയും അനിയനും പോലുണ്ട് എന്നൊക്കെ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാനും പറ്റുന്നുണ്ടല്ലോ. അടുത്ത കമന്റ് അയച്ചു നോക്കാം. ബിഗ് ബോസ് വിന്നർ ആണെന്നൊക്കെ പറഞ്ഞ് ആരോ പറഞ്ഞ് പറ്റിച്ചതാണ്, പാവം ചെക്കൻ, ഇപ്പൊ ഇവന്റെ കാര്യം തീരുമാനമായി. ചെക്കൻ കൊള്ളാം, വട്ടിനെങ്ങനെ സഹിക്കുമോ എന്തോ. കേരളത്തിൽ നിന്നും കിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തമിയനെ നോക്കിയതാണ്, ഇവളെക്കാളും 10 വയസ്സ് ഇളയതാണ് ഇവൻ. ഇങ്ങനെ നീളുന്ന കമന്റ് ബോക്സ് ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കമന്റുകൾ ഞാൻ എല്ലാം കൂടി വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. മെയിൻ ആയിട്ട് പ്രായവും സൗന്ദര്യവും കമ്പയർ ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത്. ചെക്കനേക്കാളും അനുമോൾക്ക് പ്രായം കൂടുതലാണ്, അതുപോലെ തന്നെ അനുമോളെക്കാളും ചെക്കന് സൗന്ദര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പല കമന്റുകളും വരുന്നത്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ അനുമോൾ ബിഗ് ബോസിലായിരുന്ന സമയത്തുള്ള അനുമോളുടെ പെരുമാറ്റം വെച്ചുകൊണ്ടുള്ള പല കമന്റുകളും കണ്ടു. നീ ബിഗ് ബോസിലായിരുന്ന സമയത്ത് അനീഷിനെ പറ്റിച്ചവളല്ലേ, നീ കുലസ്ത്രീയായി നടന്നവളല്ലേ, കുലസ്ത്രീകൾക്കൊന്നും കേരളത്തിൽ ചെക്കനെ കിട്ടൂല, അതുകൊണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ചുകൂടി പറയാതെ വയ്യ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പിക് അവസാനിപ്പിക്കാം. ഇപ്പൊ എന്നോട് ചോദിക്കാണ് ബിഗ് ബോസിൽ ഏറ്റവും വേഴ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി പറയാൻ പോകുന്ന ഉത്തരം അനുമോൾ എന്നായിരിക്കും. കാരണം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാതെ PR ബലത്തിലാണ് അനുമോള് ബിഗ് ബോസ് കപ്പടിച്ചത് എന്നുള്ളതാണ്. പക്ഷെ എന്ന് കരുതി ബിഗ് ബോസിൽ അനുമോളെ വെച്ച് നമ്മൾ റിയൽ ലൈഫിൽ അളക്കാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ. രണ്ടും രണ്ടാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം ഷോ ആണ്. അതിൽ വിജയിക്കാൻ വേണ്ടി എല്ലാവരും പല സ്ട്രാറ്റജികളും പയറ്റി നോക്കും. അതിൽ അനുമോള് പയറ്റി നോക്കിയ സ്ട്രാറ്റജി എന്തുകൊണ്ടോ വിജയിച്ചു, അനുമോൾക്ക് കപ്പും കിട്ടി.
ആ ഷോ അവിടെ തീർന്നു. നമ്മൾ അത് വേണ്ട പോലെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും ചെയ്തു, അതവിടെ തീർന്നു. പിന്നെ അത് വെച്ച് ഒരാളുടെ ക്യാരക്ടർ അളക്കാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ മോശമാണ്. പക്ഷെ എന്ത് തന്നെയാലും അനുമോളെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണെങ്കിൽ കൂടിയും റിയൽ ലൈഫിൽ എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം അനുമോൾ അധികം ആരും വെറുപ്പിക്കാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ്. അനുമോളെ പാടും നോക്കി പോയി. പക്ഷെ മറ്റു പലരും അങ്ങനെയല്ലല്ലോ. ഇവിടെ അഖിൽ മാരാറും റോബിനും ഒക്കെ കാണിച്ചു കൂട്ടുന്ന എന്താന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അഖിൽ മാരാറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ബിഗ് ബോസിൽ തന്നെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നർ ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി പറയുന്ന അഖിൽ മാരാറുടെ പേരായിരിക്കും. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഇവനെ പോലുള്ള ഒരു കോമാളി വേറെ ഇല്ല അല്ലേ? റോബിന്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ. അതുകൊണ്ട് ബിഗ് ബോസിലെ കാര്യം വെച്ച് ഒരാളുടെ ക്യാരക്ടർ ആൾക്കാൻ നിൽക്കരുത്. പിന്നെ അനുമോള് മത്സരിച്ച് സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ വേറൊരു കണ്ടസ്റ്റന്റ് ഉണ്ടല്ല, അനീഷ്. ഞാനിപ്പോഴും ചിന്തിക്കുന്നത് അനുമോള് പങ്കെടുത്ത സീസണിൽ വിന്നർ ആവാൻ ഡിസർവിംഗ് ആയിട്ടുള്ള വ്യക്തി അനീഷ് ആണെന്നുള്ളതാണ്. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അനീഷിന്റെ ക്യാരക്ടർ നമ്മൾ കണ്ടതാണ്. എയറിന്ന് ഇറങ്ങാനാക്കി സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബിഗ് ബോസിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട് ഒരിക്കലും അയാളുടെ സ്വഭാവം വിലയിരുത്താൻ നിൽക്കരുത്. അതൊരു ഗെയിം ഷോ ആണ്. അതിൽ വിജയിക്കാൻ വേണ്ടി പല സ്ട്രാറ്റജികളും പയറ്റി നോക്കും. അത് വെച്ച് ഒരാളെ ക്യാരക്ടറിനെ വിലയിരുത്തുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അയ്യാ പറയുന്ന അഖിൽമാരിൽ നിന്നും റോബിനിൽ നിന്നും ഒക്കെ അനുമോൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അതിനെ കുറിച്ചുകൂടി പറയാതെ വയ്യ. അനുമോളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആയതിനു ശേഷമാണ് അനുമോൾ ബിഗ് ബോസിലേക്ക് വന്നത്. ഒരുപാട് സിനിമകൾ, സീരിയലുകൾ ഇതിലെല്ലാം അഭിനയിക്കുന്നതിന്റെ അടുക്ക് ബിഗ് ബോസിൽ ഒന്ന് പങ്കെടുക്കാൻ അവസരം കിട്ടി. എന്നാലൊന്ന് പയറ്റി നോക്കാമെന്ന് വെച്ച് ബിഗ് ബോസിൽ പയറ്റി നോക്കി കപ്പടിച്ച് തിരിച്ചു പോകുന്നു. അതിനുശേഷം അഭിനയം കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ വിജയം കൊണ്ട് അനുമോൾക്കൊന്നും പ്രൂവ് ചെയ്യാനില്ലതാനും. എന്നാൽ അഖിൽമാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ റോബിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് പങ്കെടുത്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ ഫെയിമിനെ അവർ മുതലെടുക്കാൻ നോക്കി. അതാണെങ്കിലും പാളി പോവുകയും ചെയ്തു. അതാണ് അനുമോളും ബാക്കിയുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അനുമോൾ ഒരുപാട് അച്ചീവ്മെന്റുകൾ ലൈഫിൽ ഉണ്ടാക്കി കേട്ടോ. അത് റിയൽ ഇൻസ്പയറിംഗ് തന്നെയാണ്. 3 കാർ എടുത്തു, തിരുവനന്തപുരത്ത് കണ്ണായ ഭാഗത്ത് ഒരു പുതിയ സ്ഥലം വാങ്ങിച്ചു. ഇതിനെല്ലാം ശേഷമാണ് അനുമോള് കല്യാണത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനെക്കുറിച്ച് അനുമോള് ലക്ഷ്മി നക്ഷത്ര കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. ശരിക്കും അനു പോകുന്ന സമയത്ത് അനുവിന് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് അനു ബിഗ് ബോസിൽ പോണേന്നാണ് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത്. ലോൺ ഉണ്ട്, ഒരുപാട് കടം വീട്ടാനുണ്ട്. അപ്പൊ ചേച്ചി ഞാനൊന്ന് പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വരാം, എന്നാൽ ഞാൻ നാളെയും മറ്റന്നാൾ ഔട്ട് ആവുമെന്ന് അറിയില്ല, അങ്ങനെ പറഞ്ഞു പോയ ആളാണ് കപ്പും കൊണ്ടുവന്നത്. അതായത് തിരിച്ചു വന്നപ്പോ എന്തൊക്കെയാണ് ചെയ്തത്? വന്നതിന് ശേഷം ഇപ്പം ഫുൾ സെറ്റിൽ ആയിട്ടുണ്ട്. അക്കൗണ്ട് മൊത്തം തിങ്ങി വിങ്ങിട്ടുണ്ടെന്ന്. ഇല്ലില്ല, ഇപ്പൊ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചെയ്തപ്പോ നന്നായിട്ട് പോകണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് അനുവിന്റെ വീട്ടിൽ പോണ സമയത്ത് ഒരു മാരുതിക്കാറിലാണ് അനുവിന്റെ അച്ഛനും കൂടെ വരണേ. ഇപ്പൊ മാരുതിക്കാർ പ്ലസ് 2 കാറും കൂടെ. ഒന്ന് അനു 2 അല്ല 3 അല്ല 2 കാറ്, 2 അല്ലാതെ ഒരു കാറും കൂടെ ഉണ്ട്. അമ്പടി. അപ്പൊ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. ചേച്ചി പറയുമല്ലോ കീ എടുത്ത സമയത്ത് എടുക്കുന്നതിന് മുന്നേ എടുക്കുന്നത് തന്നെ ആ കാറിന് എടുക്കണ 2 വർഷത്തെ പറഞ്ഞിട്ടാണ് ഞാൻ കീ എടുക്കുന്നത് തന്നെ. ചേച്ചി അനുപേടനൊക്കെ പറഞ്ഞു, നീ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കും, നീ എന്തിനാ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ കയറി വരുന്നത്, കീ എടുക്കുക, ഒരു വണ്ടി എടുക്കുന്നിട്ട് നീ ഡ്രൈവറിനെ വെച്ച് നീ പോ. അപ്പൊ പറഞ്ഞാണ് ഞാൻ കീ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കീ വാങ്ങിച്ചതിന് ശേഷം പിന്നെ വിചാരിച്ചു കീ ഇനി വേറെ പുതിയ വണ്ടിയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. പിന്നെ ഈ വണ്ടി ഇത് കിട്ടിയത് ബിഗ് ബോസിൽ ഒരു കാറും കൂടെ കിട്ടി. അതെ ആ വണ്ടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ പറഞ്ഞില്ലേ ഇതിന് മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു, കിയയ്ക്ക് മുന്നേ ഒരു ഓൾട്ടോ ഉണ്ടായിരുന്നു പഴയത്, അത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് നല്ല മൈലേജ് കിട്ടും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാറുകളായി, എന്റെ കണക്കിൽ 3 കാറേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഒരു കാറും കൂടെ കാണിച്ചു തന്നു. അപ്പൊ ഈ എന്താ പറയാ, നമ്മള് വിന്നറായി, നമ്മള് സ്വപ്നം കണ്ട പോലെ തന്നെ എന്താ പറയാ, നമുക്ക് ക്യാഷ് മണി കിട്ടി, അതുപോലെ തന്നെ കാറ് കിട്ടി. ഈ പൈസ എല്ലാം എന്തൊക്കെ ചെയ്തു? അതൊക്കെ ഇവിടെ പറയുന്നത് സ്ഥലം മേടിച്ചു. സിറ്റി തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിറ്റിയിൽ സ്ഥലം മേടിച്ച് ഇവിടെ വീടൊക്കെ വെക്കുന്നത്. കാരണം ഇപ്പൊ താമസിക്കുന്ന വീട് അറിയാലോ, സിറ്റിയിൽ മാള് സ്ഥലം മേടിച്ച് ഞങ്ങൾ വീട് വെച്ചതായിരുന്നു എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അത് നമ്മൾ വെച്ചതാണെങ്കിലും അത് അവൾക്ക് നമ്മൾ വെച്ചു കൊടുത്തതാണ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്കൊരു വീട് വെച്ചു കൊടുക്കണം നമുക്ക് ആഗ്രഹമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചേർന്ന് വെച്ചു കൊടുത്ത വീടാ. അപ്പൊ അതിന്റെ ലോണാണ് ആ 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് കുറച്ചും കൂടെ സിറ്റിയിൽ ഉള്ളിലോട്ടല്ല കുറച്ചും കൂടെ സിറ്റിയിലോട്ട് എനിക്ക് വീട് വെക്കണമെന്നും സ്ഥലം മേടിച്ചിടണമെന്നും അതൊരു അസറ്റാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോ തന്നെ എനിക്കിങ്ങനെ അമ്മയച്ഛനും ചേച്ചിയൊക്കെ പറഞ്ഞു ഇവിടെ സ്ഥലം വെക്കായിട്ടിരിക്കുന്നു, മേടിക്കുന്ന നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഏരിയ ആയിരുന്നു അത്. അപ്പൊ ഒരു സ്ഥലം മേടിക്കാന്ന് പറഞ്ഞാൽ അവർക്കും ഒരു വെയിറ്റ് ആയിരുന്നു. അതാണ് 3 കാറ്, ചേച്ചിക്ക് ഒരു വീട് എടുത്തു കൊടുത്തു. അതുകൂടാതെ തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് ഒരു 10 സെന്റ് സ്ഥലം. ഇതെല്ലാം 35 വയസ്സിലാണ് ഈ പെൺകുട്ടി അച്ചീവ് ചെയ്തതെന്ന് ഓർക്കണം. ഏതൊരാളും ഈ പ്രായത്തിൽ കൊതിക്കുന്ന അച്ചീവ്മെന്റ് ആണ് അനുമോള് നേടിയെടുത്തിട്ടുള്ളത്. ഇതുകൊണ്ടാണ് റിയൽ ലൈഫിൽ എനിക്ക് അനുമോള് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇതെല്ലാം നേടിയെടുത്തതിന് ശേഷമോ അടിപൊളിയായിട്ടുള്ള ഒരു ചെക്കനെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഞാൻ അറിഞ്ഞെടുത്തോളം അനുമോളെക്കാളും ഫെൽത്തി റിച്ച് ആണ് അനുമോള് കെട്ടിയ ചെക്കൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും സെറ്റിൽഡ് ആയ ഒരു ലൈഫാണ് അനുമോളുടേതെന്ന് പറയാതെ വയ്യ. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. അനുമോളുടെ ദാമ്പത്യ ജീവിതം അടിപൊളിയാകട്ടെ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.